ഹഷ്മി, ഇവിടെ തുടർ ഭരണം ലക്ഷ്യമിട്ട് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ഒരു ബജറ്റ് പ്രസംഗം, അതേസമയം തന്നെ തുടർ ഭരണം ഉണ്ടാവില്ല എന്നുറപ്പിച്ച് പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ചില വിമർശനങ്ങൾ. അപ്പോൾ ഒരു വശത്ത് സിൽവർ എക്കോണമി, ബ്ലൂ എക്കോണമി എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി, അതേസമയം തന്നെ സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. ബിക്കോസ് നമുക്കറിയാം ഫെബ്രുവരി 1-ാം തീയതി കേന്ദ്ര ബജറ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വലിയൊരു ശമ്പള പരിഷ്കരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ വലിയൊരു വോട്ട് വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റ് പെട്ടിയിൽ നിന്ന് വോട്ട് പെട്ടിയിലേക്കുള്ള ദൂരം കുറയ്ക്കുക എന്ന ലക്ഷ്യം ഈ ബജറ്റിനുണ്ട്. പക്ഷെ കൃത്യമായി ഏത് രീതിയിൽ ഈ വിഭവ സമാഹരണം നടത്തും എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. പദ്ധതി ചെലവുകൾ തന്നെ, പ്ലാൻ എക്സ്പെൻഡിച്ചറിൽ തന്നെ 50% വെട്ടിക്കുറച്ചു. അപ്പൊ ആ 50% പദ്ധതി ചെലവിൽ തന്നെ വെട്ടിക്കുറയ്ക്കുമ്പോൾ ഇനി അടുത്ത ചെലവുകൾക്ക് എങ്ങനെ പണം കണ്ടെത്തും? അപ്പോ ഇത് സ്വപ്ന ബജറ്റ് അല്ല എന്ന് ധനമന്ത്രി പറയുമ്പോൾ ഇതൊരു സ്വപ്ന ബജറ്റാണ്, സ്വപ്നത്തിലല്ലാതെ സംഭവിക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന ഒരു വിമർശനം. എന്ന് പറയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, അതിനു മുമ്പ് പ്രഖ്യാപിക്കുന്ന ബജറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്വപ്ന ബജറ്റ്, ഈ പറയുന്ന സോക്കോൾഡ് സ്വപ്ന ബജറ്റിലേക്ക് എത്തിക്കാം, വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്താം. എന്തായാലും അത്തരം വലിയ പ്രഖ്യാപനങ്ങളൊന്നും നമുക്ക് ഇതിൽ നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രഖ്യാപിച്ച വക നീക്കിയൽക്ക് തന്നെ പണം ഇവിടുന്ന് കണ്ടെത്തും എന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയമാണ്, കേന്ദ്രം വരിഞ്ഞു മുറുക്കിയ കാര്യം കെ എൻ ബാലഗോപാൽ തന്നെ പറയുന്നുണ്ട്. നമ്മുടെ തനത് ഫണ്ട് ഉയർന്ന കാര്യം പറയുമ്പോഴും അതിൽ നിന്ന് ഈ പറഞ്ഞ നീക്കിയിരിപ്പുകൾക്കൊന്നും പണം കണ്ടെത്തൽ പ്രാക്ടിക്കൽ അല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ട്രഷറി നിയന്ത്രണമുള്ള ഒരു സംസ്ഥാനമാണിത്. അപ്പൊ ആ മട്ടിൽ ട്രഷറി നിയന്ത്രണം 10 ലക്ഷം രൂപയിൽ കൂടുതൽ പണം മാറിയെടുക്കാൻ പറ്റാത്ത ട്രഷറി ഉള്ള ഒരു സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് വീണ്ടും കോട്സിൽ പറയുന്നത് പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവുള്ള ഒരു സംസ്ഥാനത്ത് ഏത് രീതിയിൽ ഈ കാര്യങ്ങൾക്ക് പണം കണ്ടെത്തും എന്നൊരു ചോദ്യമാണ്. എങ്കിൽ കൂടിയും ഒരു തെരഞ്ഞെടുപ്പ് മുഖത്തേക്ക് പല വിഭാഗങ്ങളെ, പല സാമൂഹിക വിഭാഗങ്ങൾ ആൾക്കാരെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ, വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ, യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ, സർക്കാർ ജീവനക്കാരെ, വയോജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ അങ്ങനെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി കൂടി ബജറ്റിലുണ്ട്. കാരണം ഈ ബജറ്റിന് ഒരു വിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിഷനുണ്ട്. കാരണം സമഗ്രമായി എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തിട്ടുണ്ട്. ആ വിഷൻ ഉണ്ട്. ഫണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫണ്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം. അപ്പോൾ എന്നാൽ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നികുതി വരുമാനം ധനമന്ത്രിയുടെ കയ്യിലെ മാന്ത്രിക ദണ്ട് നേരത്തെ ഒക്കെ പറയും. പക്ഷേ നികുതി വരുമാനം അതേസമയം തന്നെ അധികം നികുതി എന്തായാലും ഉണ്ടായിട്ടില്ല, അധികം നികുതി ഭാരമില്ല. നികുതിയേതര വിഭവങ്ങൾ അത് ഏത് രീതിയിൽ സമാഹരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയായിട്ടില്ല. അപ്പൊ ആ മട്ടിൽ എങ്ങനെയാണ് ഇതിനുള്ള വിഭവശേഖരണം വരുന്നത് എന്നുകൂടി വ്യക്തമായാലും നമുക്കത് കൃത്യമായി പറയാം. ഈ പറയുന്ന ശമ്പള കമ്മീഷൻ അത് ഓൾറെഡി എക്സ്പെക്ട് ചെയ്തതാണ്. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ ഒരു മിനി ബജറ്റ് എന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് പോലും അത് പറയുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളത് എവിടെ എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതുകൊണ്ട് ഈ ബജറ്റിൽ അത് ഉറപ്പായി പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. പക്ഷേ 3 മാസം പഠനം 3 മാസം എന്ന് പറയുമ്പോഴത്തേക്ക് സമയമുണ്ട്. നിയമസഭ തൊട്ട് മുമ്പൊക്കെ എത്തി നിൽക്കുമോ അത് അല്ലേ? അതൊന്നും അവരൊരു വലിയ ശതമാനമാണ്. അതെ, അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇത് വലിയ ഭാരമുണ്ടാക്കുന്ന ഒരു ബജറ്റാണ്. അപ്പൊ ഈ ഭാരമുണ്ടാക്കുന്ന ഒരു ബജറ്റ് അടുത്ത ഗവൺമെന്റിന്റെ തലയിലേക്ക് കെട്ടിവെക്കുക എന്ന തന്ത്രമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരിക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ധനമന്ത്രി ഈ ഒരു ബജറ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിൽ പുതുമയേറിയ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കുക വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സിൽവർ എക്കോണമി മുന്നിൽ കണ്ടുകൊണ്ട് ആ സിൽവർ എക്കോണമിക്കായിട്ട് ഇവർക്ക് കൂടുതൽ കെയർ, അവരുടെ ആരോഗ്യ കാര്യങ്ങളിലുള്ള ശ്രദ്ധ, അതുപോലെ തന്നെ അവർക്കായി ഒരു കമ്മ്യൂണിറ്റി റിട്ടയർമെന്റ് ഹോം കേരളത്തിന്റെ വലിയൊരു ആവശ്യമാണ്. പല വിദേശ നാടുകളിലുള്ള മക്കളുള്ള വീടുകൾ നമ്മുടെ സംസ്ഥാനത്ത് കൂടുകയാണ്. അപ്പോൾ ആ മട്ടിൽ വരുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഫ്യൂച്ചറിനെ മുന്നിൽ കണ്ട പല പ്രഖ്യാപനങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമുദ്ര മേഖലയെ കൃത്യമായി എടുത്തുകൊണ്ട് ബ്ലൂ എക്കോണമി, ഇത് എല്ലാ ബജറ്റും നമ്മൾ കേൾക്കുന്നതാണ് ഇതൊക്കെ. പക്ഷേ ഇതിനുള്ള പണം എവിടെ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.